ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ശ്രുതീസ് വ്ലോഗ്. ഇന്നത്തെ വ്ലോഗ് നമ്മുടെ നൈനുവാവയുടെ ബർത്ത്ഡേയുടെ വ്ലോഗാണ്. സോ ലെറ്റ്സ് ഗോ. ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞങ്ങൾ നൈനുവാവയായിട്ട് സ്വിമ്മിങ്ങിന്റെ ക്ലാസ്സിന് പോയി. നൈനുവാവയുടെ സ്കൂളിൽ തന്നെ ആയിരുന്നു ക്ലാസ്. തലേന്ന് രാത്രി തന്നെ ഞാനും അമ്മയും പപ്പയും പൊവക്കാവിന്ന് അങ്കമാലിയിൽ വന്നിട്ടുണ്ടായിരുന്നു, ചേട്ടനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ നെക്സ്റ്റ് ഡേ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ ഞങ്ങൾ ഫാമിലി ആയിട്ടാണ് ക്ലാസ്സിന് പോയത്. അവളും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. പിന്നെന്താ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്ത്. ഒരു മാസത്തെ ക്ലാസ്സുകൾ, അപ്പൊ നമ്മളത് മുടക്കണ്ടാലോ എന്ന് വെച്ചിട്ട് അങ്ങനെ പോയതാണ്. പിന്നെ ബർത്ത്ഡേ അങ്ങനെ നമ്മൾ വലിയൊരു ഫംഗ്ഷൻ ആയിട്ടൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ചേച്ചീന്റെ ഫ്ലാറ്റിലുള്ള കുറച്ച് ആൾക്കാരെ മാത്രമേ നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവൾക്കും അമ്മയും പപ്പയും ചേട്ടനും നമ്മളെല്ലാവരും ഉള്ളതാണ് അവൾക്കും ഭയങ്കര ഹാപ്പി. പിന്നെ തിരിച്ചു വന്നിട്ട് ഡെക്കറേഷൻസ് ഐറ്റംസ് ഒക്കെ എല്ലാം സെറ്റ് ചെയ്യാൻ തുടങ്ങി. അമ്മയും സായി ചേച്ചി നേരെ അടുക്കളയിലേക്ക് കയറി. പിന്നെന്താ, ഇതാണ് ചെറിയ രീതിയിൽ ഞങ്ങളുടെ ഡെക്കറേഷൻസ്. വളരെ മിനിമൽ ആയിട്ടുള്ള ഒരു സെലിബ്രേഷൻ ആയിരുന്നു. പിന്നെ സായി ചേച്ചി സ്പെഷ്യലായിട്ട് മാംഗോ സാഗോ ഉണ്ടാക്കി യൂട്യൂബിൽ ഇപ്പം വൈറൽ റെസിപ്പി. അത് പിന്നെ ഗസ്റ്റിനൊക്കെ ഇങ്ങനെ കൊടുത്താൽ അത്യാവശ്യം നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും അത് ഒരുപാട് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു 4:30-5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഫംഗ്ഷൻ തുടങ്ങണമെന്ന് വിചാരിച്ചാണ്. അങ്ങനെ എല്ലാവരും ഒരുങ്ങി എല്ലാവരും വന്നപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ എല്ലാവരും വന്നു, കേക്ക് കട്ട് ചെയ്തു, എല്ലാവരും വളരെ ഹാപ്പി ആയിട്ട്. നൈന് പിന്നെ കേക്ക് കട്ടിങ്ങോ ഫോട്ടോ എടുപ്പൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഗിഫ്റ്റ് എല്ലാം പൊട്ടിച്ച് അത് നോക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റിലായിരുന്നു. അങ്ങനെ ഓൾമോസ്റ്റ് അപ്പം കിട്ടിയ എല്ലാ ഗിഫ്റ്റും പുള്ളിക്കാരി പൊട്ടിച്ചു. അതെല്ലാം നോക്കി എല്ലാവരോടും ഷെയർ ഒക്കെ ചെയ്തു. ആ കണ്ട ബഹളം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈനമാവയ്ക്ക് ഒരു സൈക്കിൾ വേണമെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരി ഞങ്ങള് ബർത്ത്ഡേ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അങ്ങനെ വലിയ ഗിഫ്റ്റ് ഒന്നും കൊടുത്തില്ല. ഒരു ടെഡി ബിയറും കുറച്ച് കളിപ്പാട്ടം ഒക്കെ വാങ്ങിച്ചു കൊടുത്തത്. അപ്പൊ നമ്മളിങ്ങനെ പറഞ്ഞു നമുക്കിങ്ങനെ വെളിയിൽ പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പോവാന്ന് പറഞ്ഞതാണ് കണ്ടത്. അങ്ങനെ തന്നെ ഞങ്ങൾ നേരെ ഇതിപ്പോ കാണുമ്പോൾ അറിയാം നമ്മൾ എങ്ങോട്ടാ പോയിട്ടുള്ളത്. ഇന്ന് ഡെക്കാത്തലോണിലാണ് പോയത്. അവിടെ ചെന്ന് സൈക്കിൾ മേടിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് വിശ്വസിക്കാൻ വയ്യ. അവൾ അതിങ്ങനെ സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ലാസ്റ്റ് പിന്നെ ഒരു സൈക്കിൾ എടുത്ത് നോക്കി. ആദ്യമേ ഞങ്ങൾ എടുത്ത സൈക്കിൾ ചെറുതായിരുന്നു അവൾക്ക്. പിന്നെ അതേ സെയിം കളറിൽ തന്നെ വേറെ വലിയ സൈക്കിൾ വാങ്ങിച്ചു. സൈക്കിളെല്ലാം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ആണ്. പിന്നെ അതിനകത്ത് നമ്മൾ എക്സ്ട്രാ പാർട്സൊക്കെ ഫിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. ഇപ്പം ബെല്ലൊന്നും നമുക്കതിന് കിട്ടത്തില്ല. സീറ്റിൻ്റെ കവറും പിന്നെ സൈഡിലത്തെ വീലും ഒക്കെ നമ്മൾ എക്സ്ട്രാ ഫിറ്റിങ് ചെയ്തതാണ്. അപ്പോൾ അവർക്ക് ചവിട്ടുമ്പോൾ സേഫ്റ്റി ആയിരിക്കുമല്ലോ. ഇങ്ങോട്ട് നോക്ക്.